2026 ഫെബ്രുവരി 28-ന് തെഹ്റാനിൽ ഇറാന്റെ സുപ്രീം ലീഡറായ ആയത്തുള്ള അലി ഖമേനിയെ യുഎസും ഇസ്രായേലും ചേർന്ന് നടത്തിയ സംയുക്ത മിസൈൽ ആക്രമണത്തിൽ കൊലപ്പെടുത്തി. 86 വയസ്സുള്ള ഖമേനിയുടെ മരണം ഇറാനെ ഞെട്ടിച്ചു. 7ഓളം മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടു. ഇറാൻ 40 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനും സുരക്ഷാ കൗൺസിലിനും അയച്ച കത്തിൽ ഇതിനെ ഭീരുക്കളുടെ ഭീകരപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ചു. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഗുരുതര ലംഘനമാണ്. രാഷ്ട്രങ്ങൾക്കിടയിൽ അടിസ്ഥാന മൂല്യങ്ങളെ തകർക്കുന്ന അപകടകരമായ നീക്കം. പാണ്ടോറയുടെ പെട്ടി തുറക്കുകയും പരമാധികാര സമത്വവും അന്താരാഷ്ട്ര വ്യവസ്ഥയുടെ അടിത്തറയും ഇല്ലാതാക്കുകയും ചെയ്യും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ആക്രമണം ഉടൻ അവസാനിപ്പിക്കാൻ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു. ഇപ്പോൾ ആ പെട്ടി തുറന്നു. ഖമേനിയുടെ കൊലപാതകത്തിനും ശേഷം ഇറാൻ പ്രതികാരമായി ഗൾഫ് രാജ്യങ്ങളുടെ US സൈനിക അടിത്തറകളെ ലക്ഷ്യമിട്ട് 500-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചു. ദോഹയിലെ അൽ-ഉദൈദ് US എയർബേസ്, ബഹ്റൈനിലെ നാവികത്താവളം, കുവൈത്തിലെ അലി സൽമാൻ യുദ്ധവിമാനങ്ങൾ, ഇതെല്ലാം ലക്ഷ്യങ്ങൾ. ദോഹയിൽ 1-ലധികം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു. ബഹ്റൈനിലും കുവൈത്തിലും ദുബായിലും അപകട സൈറണുകൾ മുഴങ്ങി. കുവൈത്തിൽ US F-50 യുദ്ധവിമാനങ്ങൾ തകർന്നു വീണു. പൈലറ്റുമാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇറാന്റെ ഫത്താഹ് 110 ഷഹാബ് 3 പോലുള്ള മിസൈലുകൾ 2000 കിലോമീറ്റർ വരെ ശ്രേണിയുള്ളവയാണ്. 2024-ലെ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ചീഫ് ജനറൽ കെന്ത് മാക്നീസിന്റെ വിലയിരുത്തൽ പ്രകാരം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ഭണ്ഡാരം 3000-ലധികമാണ്. ഈ ആഴ്ച മാത്രം 200-ലധികം മിസൈലുകൾ ഇറാൻ പ്രയോഗിച്ചിട്ടുണ്ട്. ഇതിൽ പലതും US അലയൻസുകളെ ലക്ഷ്യമിട്ടു. ഗൾഫ് രാജ്യങ്ങൾ ഇതിനെതിരെ നിന്ന് പോരാടുന്നു. പക്ഷേ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ പരിമിതമാണ്. വല്ലി ഓർഗനൈസേഷൻ ഫോർ ഇന്റർനാഷണൽ സെക്യൂരിറ്റി അഥവാ VIOIN റിപ്പോർട്ട് പ്രകാരം ഗൾഫ് രാജ്യങ്ങളുടെ പ്രതിരോധ മിസൈലുകൾ ദിവസങ്ങൾക്കുള്ളിൽ തീരുമെന്നാണ് സൂചിപ്പിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് വാങ്ങിയ പാട്രിയറ്റ് PAC-3 മിസൈലുകൾ, താഡ് സിസ്റ്റങ്ങൾ, റൈത്തിയോൺ നിർമ്മിത സ്റ്റാൻഡേർഡ് മിസൈലുകൾ എന്നിവയാണ് പ്രധാന പ്രതിരോധ സംവിധാനങ്ങൾ. ഒരു മിസൈൽ ഇന്റർസെപ്ഷൻ തന്നെ $2-4 മില്യൺ ചെലവാകുന്നു. താഡ് ഇന്റർസെപ്ഷന്റെ വില 12 മുതൽ 14 മില്യൺ ആണ്. കഴിഞ്ഞ ആഴ്ച സൗദി അറേബ്യ 180-ലധികം ഇന്റർസെപ്ഷനുകൾ നടത്തി. അതിന് $300 മില്യൺ ചെലവായി. ഇത് സുസ്ഥിരമല്ലെന്ന് റിയാദിലെ ഒരു സൈനിക വിദഗ്ധൻ പറയുന്നു. ഇറാൻ 3000-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ സൂക്ഷിക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റോക്ക് 20% തീർന്നു. അമേരിക്കയിൽ നിന്ന് പുതിയ സപ്ലൈ വരാൻ ആഴ്ചകൾ വേണ്ടിവരും. ഖത്തറിന്റെ പാട്രിയറ്റ് മിസൈലുകൾ 4 ദിവസത്തിനുള്ളിൽ തീരുമെന്നും UAEയുടേത് 7 ദിവസത്തിനുള്ളിൽ തീരുമെന്നും US അഡ്മിനിസ്ട്രേഷൻ സമ്മതിച്ചു. US പ്രൊഡക്ഷൻ വർഷങ്ങളുടെ റിസർവ് ഇറാൻ യുദ്ധത്തിൽ തീർന്നു. UAEയുടെ താഡ് നെറ്റ്വർക്ക് 96% ഇന്റർസെപ്റ്റ് റേറ്റ് നേടിയിട്ടുണ്ട്. പക്ഷേ സ്റ്റോക്ക് കുറയുന്നത് അപകടകരമാണ്. ബഹ്റൈൻ 45 ഇറാൻ മിസൈലുകളും 9 ഷഹേദ് 136 കമിസായ് ഡ്രോണുകളും തകർത്തു. പാട്രിയറ്റ് സിസ്റ്റങ്ങൾ ചിലപ്പോൾ പരാജയപ്പെടുന്നു. അൽ-ഉദൈദ് ബേസിലെ റഡാറുകൾ ഇറാൻ ആക്രമണത്തിൽ നശിച്ചു. ഇറാന്റെ ഡ്രോണുകൾ $20,000 താഴെ വിലയുള്ളവയാണ്, അഥവാ ഇന്ത്യൻ രൂപ 18 കോടി. അതേസമയം ഒരു താഡിന് 15 മില്യൺ അഥവാ 138 കോടിയിലധികം ഇന്ത്യൻ രൂപ ചിലവാകും. ഈ അസമത്വം യുദ്ധത്തെ അസന്തുലിതമാക്കുന്നു. യുദ്ധം ഗൾഫിന്റെ സ്ഥിരതയെ തകർക്കുമോ? ഇറാന്റെ ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ നിർബന്ധിതമായി US-ഇസ്രായേൽ യുദ്ധത്തിൽ കൂടുതൽ ഉൾപ്പെടേണ്ടിയും ഇടപെടേണ്ടിയും വരും എന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു.